നമസ്കാരം. കേരളത്തിന്റെ ആസ്ഥാന ചിഹ്നം ആനയെ മാറ്റി വല്ല ഒച്ചിനെയോ വല്ലതും വയ്ക്കുന്നതായിരിക്കും നല്ലത്. സേലി കമന്ററി ആരംഭിക്കുന്നു. ട്രിവാൻഡ്രം പോർട്ട് ഇത്രയും വേഗത്തിൽ വളരുമെന്ന് ഇപ്പോൾ ഈ മാസം തീയതി 9, ഇന്ന് 10 ആകുമ്പോൾ ഏകദേശം 15ഓളം കപ്പൽ വന്നു കഴിഞ്ഞു. ഇത്രയും വേഗത്തിൽ നമ്മുടെ തുറമുഖം പുരോഗമിക്കുമെന്ന് ഇവിടെ ആരും കണക്ക് കൂട്ടി കാണില്ല. ഞങ്ങൾ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ തലസ്ഥാന വികസനം, അതിനുവേണ്ടിയുള്ള പിന്തുണ, കാച്ച്മെന്റ് ഏരിയയുടെ വികസനം തുടങ്ങിയത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുറമുഖത്തോടൊപ്പം തന്നെ അക്കാര്യത്തിലും വളരെയധികം താല്പര്യമെടുത്ത് പ്രചരണം നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ നഗരത്തിന്റെ വികസനം അല്ലെങ്കിൽ ഈ തുറമുഖത്തിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്ന വികസനത്തെ കുറിച്ച് പഠിക്കാൻ സെപ്സ് എന്ന് പറഞ്ഞ അഹമ്മദാബാദിലെ ഒരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ചു എന്നും ഒരു ഔദ്യോഗിക രേഖ കിട്ടി. സെപ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന്റെ പഠനവും സ്ഥാപനവും എവിടെ പോയെന്ന് അറിയില്ല. എത്ര കോടിയാണ് ആ കാര്യത്തിൽ ചെലവഴിച്ചതെന്ന് വ്യക്തമല്ല. കാരണം തുറമുഖം പ്രവർത്തനം തുടങ്ങുമ്പോൾ ഗേറ്റ് തുറങ്ങുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം വരുന്നുണ്ട്. അവിടെ വെയർഹൌസുകൾ, ബൗണ്ടഡ് ഏരിയകൾ, കസ്റ്റംസ് ഹൗസുകൾ ഇവയൊക്കെ സ്ഥാപിതമായോ എന്ന് പലരും അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കിട്ടിയ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. ഇന്തോനേഷ്യയിൽ നിന്നാണ്, ഒരു മലയാളിയാണ്. ഇന്തോനേഷ്യയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ വെയർഹൌസിന്റെ സാധ്യതകൾ ചോദിക്കുകയാണ്. എനിക്ക് ഐ എം നോട്ട് ഇൻ എ റഷ്. ഞാൻ ചുമ്മാ ബിക്കോസ് ഇപ്പം ഇന്തോനേഷ്യനൊക്കെ തുടങ്ങി വെസൽ ടു ഷിപ്പിംഗ് ടു വെളിയം. സോ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ റെഗുലറായിട്ട് സാധനങ്ങൾ കൊച്ചിയിലയക്കും, പിന്നെ ചെന്നൈയിലയക്കും. സോ വെളിയത്തിലും എനിക്ക് ഒന്ന് നോക്കുക. സോ നോ റഷ്. എപ്പോഴും ഇഫ് യു ഹാവ് എനി ന്യൂസ് എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ മതി. ആൻഡ് ജസ്റ്റ് മെസ്സേജ് മീ വെനെവർ എന്തെങ്കിലും ഒരു വെയർ ഹൗസിൻ്റെ ന്യൂസ് ഉണ്ടെങ്കിൽ ഇൻ വെളിയം ഏരിയ. ഇപ്പൊ തന്നെ അദ്ദേഹം കൊച്ചിയിലോട്ടും ചെന്നൈയിലോട്ടും ഒക്കെ സാധനങ്ങൾ അയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിലോട്ടും സാധനങ്ങൾ അയക്കണം. അതിന് വെയർഹൌസ് വല്ലതും ആയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും അനക്കമുണ്ടോ? ഒരു കണക്ടിവിറ്റി റോഡ് തന്നെയും ഒരു രക്ഷയുമില്ലാതെ ഇങ്ങനെ പാഴായി കിടക്കുകയാണ്. മൊത്തത്തിൽ ഈ ഒച്ചാണ് നമുക്ക് പറ്റിയ സ്ഥാനം, പറ്റിയ ആസ്ഥാന വിദ്വാൻ ഒച്ചാണ്. ഒച്ചിനെ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പോർട്ട് അബദ്ധത്തിൽ തുടങ്ങിപ്പോയി. ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇനി അടുത്ത സർക്കാർ വരണം. ഇനിയിപ്പോൾ 2 ഇലക്ഷൻ ആണല്ലോ. ഈ വർഷം ഒരു ഇലക്ഷൻ, അടുത്ത വർഷം അടുത്ത ഇലക്ഷൻ. അതുവരെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായിരിക്കും. ഇവിടെ കാര്യങ്ങൾ ഈ സെമിനാർ നടത്തലും കോൺക്ലേവ് നടത്തലും ഒന്നുമല്ല. കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, നടത്തി കാണിക്കണം. ഇവിടെ വെയർഹൌസിന്റെ കാര്യത്തിൽ തമിഴ്നാട്, തൊട്ടടുത്ത തമിഴ്നാട് ഒരു ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ നടക്കുന്ന വേഗത. MEPZ, മെഡ്രാസ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ, SEZ അതോറിറ്റി, മെഡ്രാസ് എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ ഗ്രേഡ് A വെയർഹൌസ് അറ്റ് MEPZ SEZ. അവിടെ തുടങ്ങാൻ വേണ്ടി ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് A ഗ്രേഡ് വെയർഹൌസ് എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ലാർജ്, സ്മോൾ വെയർഹൌസ് ഉണ്ട് 5000 മുതൽ 20,000 സ്ക്വയർ ഫീറ്റ് വരെ. എക്സ്ട്രാ ലാർജ് ഏറ്റവും വലുതുണ്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചെന്നൈയിൽ, മെഡ്രാസിൽ ഈ വെയർഹൌസുകൾ അവർ പണിത് കൂട്ടുന്നത്. കാരണം അത്ര അധികം ഇമ്പാക്റ്റ് അവർക്ക് വന്നു തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് വരുമെന്നുള്ള സൂചനകൾ കിട്ടുന്നത് കൊണ്ടാണ് അവരത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വാസ്തവത്തിൽ ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് ഇതാണ്. ഇത് കാണിക്കണം, തൊട്ട് കാണിക്കണം, ടാൻജിബിൾ ആക്കണം കാര്യങ്ങൾ. അല്ലാതെ ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നു, ഞങ്ങൾ കൊച്ചിയിൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുന്നു, ഞങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുന്നു, ഞങ്ങൾ ഡാവോസിൽ പോകുന്നു, ഈ പറച്ചിലൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബജറ്റിലും ഭാവനകൾ ഒരുപാടുണ്ട്. ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പോയി, തെക്കൻ കേരളത്തിൽ കപ്പൽശാല വരാം തുടങ്ങി. ഇനിയിപ്പോൾ മെട്രോ പുതിയ പഠനം തുടങ്ങാൻ പോവാണ് മെട്രോയ്ക്ക് വേണ്ടി.
ഒരു കാലത്തും പഠിച്ചാലും തീരാത്ത ഒരു സർക്കാർ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ. എത്ര കോടിയാണ് ഇതിനൊക്കെ വേണ്ടി പൊടിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ ഈ പാവപ്പെട്ടവന്റെയൊക്കെ നികുതി പണം എടുത്ത് ഇങ്ങനെ പഠിക്കാനും കൺസൾട്ടന്റുമാർക്ക് വീതം വെക്കാനും ഒക്കെയായിട്ട് നിങ്ങൾ കാണിക്കുന്ന മഹാദ്രോഹം ഈ തമിഴ്നാട് സർക്കാരിനെയൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കുക. അവിടെ നിങ്ങളെപ്പോലുള്ള IAS ഉദ്യോഗസ്ഥരല്ലേ അവിടെയും ഇരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടു പഠിക്കുക. രാഷ്ട്രീയക്കാരെ വിടുക. കണ്ടിന്യൂറ്റി ഉദ്യോഗസ്ഥർക്കാണല്ലോ. സർക്കാർ മാറുമ്പോഴും ചീഫ് സെക്രട്ടറി ഒന്നും മാറുന്നില്ലല്ലോ. ഇപ്പൊ ദയവേദി ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന പ്രമുഖന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുക. ഒരു സർക്കാർ ഗുളികൻ സെലിംഗമെന്ററി വിമർശിച്ചുകൊണ്ട് പറയാണ്, ഇനി AP നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വികസനം വരുന്നത് എന്തുകൊണ്ടാണ്? In AP, now the state government is in alliance with union government, so they can get any type of support from them. ആന്ധ്രയിലെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങുന്നു, അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. എന്നെ സെലിംഗമെന്ററിയുടെ ഒരു സുഹൃത്ത് കുറച്ച് ചിത്രങ്ങൾ തമിഴിലുള്ള കുറച്ച് യൂട്യൂബ് വീഡിയോസ് എനിക്ക് അയച്ചു തന്നു. തമിഴ് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ അയച്ചു തന്നു. തമിഴ്നാടെന്ന് പറയുന്നത് എന്താണ്? BJPയെ മുച്ചൂടും എതിർക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. സനാതന ധർമ്മത്തെ പിടിച്ചു കുലുക്കുന്നവരാണ് അവർ. അവര് എങ്ങനെയാണ് കേന്ദ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് കേന്ദ്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2 ദിവസം മുമ്പ് a 4.3 gigawatt solar cell and module manufacturing plant at TP Solar established at an estimated cost of rupees 3,800 crore at Gangaikondan Sipcot Industrial Estate. നമ്മുടെ അടുത്താണ് തിരുനെൽവേലി. കന്യാകുമാരി കഴിഞ്ഞ് തൊട്ടടുത്ത് തിരുനെൽവേലിയിൽ 3,800 കോടി. അതേ ദിവസം also he laid the foundation stone for Vikram Solar's 3 gigawatt solar cell and 6 gigawatt module manufacturing plant to be set up at a cost of rupees 2,574 crore at another event in the district. തിരുനെൽവേലിയിൽ തന്നെ ഒരു ദിവസം 3,800-ഉം 2,574. ഇത് മലയാളിക്ക് ഇതൊക്കെ വായിച്ച ദഹിക്കുമോ? ഇതൊക്കെ ഏത് കേന്ദ്രത്തിന്റെ സപ്പോർട്ടോടു കൂടിയാണ് തമിഴ്നാട് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഗുളികൻ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. The TP Solar, a subsidiary of the Tata Group, would ensure employment of 4,000 persons, while the Vikram Solar would provide jobs to 2,000 people. A majority of the jobs are offered to women, the government said. സ്ത്രീകൾക്കാണ്. ഏകദേശം 4,000-ഉം 6,500 പേർക്ക് ജോലി കിട്ടുന്ന 2 സ്ഥാപനങ്ങൾ ഒരു ദിവസം നമ്മുടെ ഇവിടെ നിന്ന് എത്രയാണ്? ഒരു 100-ഓ 120-ഓ 150-ഓ കിലോമീറ്ററിന് അകലെയുള്ള തിരുവനന്തപുരം ആലപ്പുഴ ഡിസ്റ്റൻസിലുള്ള ഒരു പ്രദേശത്ത് തമിഴ്നാട് സർക്കാർ തുടങ്ങുന്നു. ഏത് കേന്ദ്രമാണ് തമിഴ്നാടിനെ പിന്താങ്ങുന്നത്? ഗുളികതൊന്ന് വ്യക്തമാക്കാമോ? അത് എന്തിനേയും കണ്ണടച്ചെതിർക്കുക എന്നുള്ള ശൈലി, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കണ്ണടച്ച് ബാക്കിയുള്ളവരെ എല്ലാം വിമതന്മാരാണ്, വിരുദ്ധന്മാരാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഈ ശ്രമം ഉണ്ടല്ലോ, ഇതൊക്കെ സാധാരണ പ്രേക്ഷകർക്ക് നല്ലവണ്ണം ബോധ്യപ്പെടും. ഇനി 2 കത്തുകളാണ്. രാജശേഖരൻ എഴുതുന്നു, വാഴയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ ചീരയ്ക്കും കിട്ടുമല്ലോ. കടലിൽ നിന്നും കടലിലേക്ക് ചരക്ക് കൊണ്ടുപോയാൽ ട്രിവാൻഡ്രം ജില്ലയ്ക്ക് കാര്യമായ ഒരു ഗുണവും ഉണ്ടാകില്ല. പകരം റോഡ് മാർഗം ഒന്ന് തുറന്നു കിട്ടിയാൽ ബാക്കിയെല്ലാം പുറകെ വന്നോളും, സർക്കാർ മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ. ഒരു കണക്ടിവിറ്റി എങ്കിലും പൂർത്തിയാക്കി കൊടുത്താൽ, ഗേറ്റ് തുറന്നാൽ ആ ചായക്കടക്കാരനെങ്കിലും 2 ചായ കൂടുതൽ അടിക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും. അപ്പോഴത്തേക്കും മറ്റൊരു ഗുളികൻ രംഗത്തെത്തി. രാജേഷ് നെൽസൺ, എല്ലാം വരുമടെ കിടന്ന് പിടയ്ക്കാതെ. ടാഗ് ലൈനാണ്, സർക്കാരിന്റെ ടാഗ് ലൈനാണ്, എല്ലാം വരുമടെ കിടന്ന് പിടയ്ക്കാതെ. ശ്രീ രാജേഷ് നെൽസനോട് എല്ലാ ആദരവോടും കൂടി ചോദിക്കട്ടെ, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ശമ്പളം വാങ്ങിക്കാൻ പോയി നിൽക്കുമ്പോൾ ട്രഷറി ഓഫീസർ പറയുമോ? എന്താണ് പറയുക? എല്ലാം വരുമടെ, എല്ലാം നിന്റെ അക്കൗണ്ടിൽ വരുമടെ കിടന്ന് പിടയ്ക്കാതെ എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ തിരിച്ചു പോകുമോ? നിങ്ങളുടെ ഒരു സംശയം, നിങ്ങളുടെ മക്കൾ SSLCക്ക് പഠിക്കുന്നു എന്ന് വെച്ചോളൂ. അവര് പഠിക്കണ്ട, കിടന്ന് പിടയ്ക്കണ്ട. നിങ്ങൾ 15 വയസ്സിൽ SSLC എഴുതി ജയിച്ചില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല.
25-ലോ 30-ലോ ഒക്കെ എഴുതിയെടുത്താൽ മതിയെന്ന് നിങ്ങൾ പറയുമോ? അവരോട് പറയുമോ എല്ലാം വരുമടേ, SSLC ഒക്കെ നിനക്ക് വരും, 25-ാമത്തെ വയസ്സിലും 30-ാമത്തെ വയസ്സിലും ഒക്കെ നിനക്ക് വരുമടേ, കിടന്ന് പിടയ്ക്കേണ്ടെന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുമോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ MLA-മാർ, ഇവിടുത്തെ MP-മാർ, മന്ത്രിമാർ മാസാവസാന ശമ്പളത്തിന്റെ സമയത്ത് അവരോട് നമുക്കിത് പറയാമോ? എല്ലാം വരുമടേ, കിടന്നു പിടയ്ക്കാതെ. ശമ്പളം കൃത്യസമയത്ത് കിട്ടാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും മന്ത്രി, ഏതെങ്കിലും MLA, ഏതെങ്കിലും MP, ഏതെങ്കിലും പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടോ? അപ്പൊ സാധാരണക്കാരന്റെ വിഷയത്തിൽ മാത്രം എന്താണ് അനിശ്ചിതത? ഇങ്ങനെ 10 വർഷം, 20 വർഷം, 50 വർഷം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ വരാൻ പോകുന്നു, തദ്ദേശം, അത് കഴിഞ്ഞ് അസംബ്ലി കൃത്യമായി നടക്കുമല്ലോ, ഗവർണർ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുമല്ലോ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം കൃത്യമായിട്ട് നടക്കും. അവരോടെന്താ പറയാത്തത്? വരുമിടെ പിടയ്ക്കല്ലേ എന്ന് പറയാത്തത് എന്താ? ഇപ്പൊ പാവപ്പെട്ടവന്റെ ഒരു തൊഴിൽ പ്രശ്നം, ഒരു വരുമാന പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഗുളികന്മാരുടെ ഈ ഗുളിക പ്രയോഗം വരുന്നത്. അതിന് നിങ്ങൾ സെയിലിംഗ് കമന്ററിയെ BJP ആണ്, മുസ്ലിം ലീഗാണ്, ഇടതാണ്, വലതാണ്, ISS ആണ്, എന്ത് വേണോ നിങ്ങൾ വിളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം തലസ്ഥാന വികസനമാണ്. ഈ നാടിന്റെ വികസനം, തലസ്ഥാനത്തിന്റെ വികസനത്തിലൂടെ കേരളത്തെ രക്ഷപ്പെടുത്തുക, ഇന്ത്യയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, വേറൊന്നുമില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചാപ്പ കുത്തിയാലും ഞങ്ങൾക്ക് വിരോധമില്ല, തല വെട്ടിമാറ്റിയാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇവിടെ ഡൽഹി ഇലക്ഷനിൽ പ്രധാനമന്ത്രി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, വികസിത ഭാരത സങ്കല്പത്തിൽ ഡൽഹിക്കുള്ള പങ്ക് ഉറപ്പാക്കുന്നതിലും എല്ലാ വഴിയും സ്വീകരിക്കുമെന്നതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി എന്താ ഇവിടെ ആർക്കും തരാൻ പറ്റാത്തത്? തലസ്ഥാനമാകുമ്പോൾ കേരളത്തിലൊരു തലസ്ഥാനമില്ലേ? തലസ്ഥാനത്തിന്റെ എന്താ വികസനം ആർക്കും വേണ്ടാത്തതെന്താ? ഇവിടെ ഒരു എയിംസ് വരുമ്പോൾ ഇവിടെ വേണ്ട, IIT വരുമ്പോൾ ഇവിടെ വേണ്ട, IIM വരുമ്പോൾ ഇവിടെ വേണ്ട, മെട്രോ വരുമ്പോൾ വേണ്ട, ഹൈക്കോടതി ബെഞ്ച് വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, കപ്പൽശാല വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എല്ലാവർക്കും സമരം ചെയ്യാനും കൊടി പിടിക്കാനും വേണ്ടി മാത്രമായിട്ട് ഒരു തലസ്ഥാനം. അങ്ങനെ വകവെച്ചു കൊടുക്കാൻ ഇനി മനസ്സില്ല.